പക്ഷേ സതീശൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകൾ വഴിനീളെ ആക്രമണം അഴിച്ചു വിട്ടിരുന്ന കാലം. പോലീസ് കൂടെ പോകും, ഗുണ്ടകളുടെ കൂടെ പോകും. ആ ഗുണ്ടകൾ ഒരു വീട് ആക്രമിക്കാൻ പോകുന്നു. അപ്പോൾ പോലീസ് കൂടെ ഉണ്ടാവും. ഈ ഗുണ്ടകളെ തിരിച്ചൊന്നും ചെയ്യാതിരിക്കാനാണ് പോലീസ് കൂടെ പോകുന്നത്. ആ കാലത്തും ഞാനതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ, അത് മനസ്സിലായിക്കും. നിങ്ങളുടെ അന്നത്തെ അനുയായിയാണോ നേതാവാണോ എന്ന് എനിക്കറിയില്ല. അന്ന് എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവമുണ്ട്. അത് മാലൂർ പഞ്ചായത്തിൽ തോലമ്പ്ര വെച്ചായിരുന്നു. അന്നും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ആ കാലത്ത് തന്നെ പോലീസിൻ്റെ എല്ലാ സംരക്ഷണവും കിട്ടിയതുകൊണ്ട് ഒരു പീടികയുടെ മേലെ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു. വെടിയൊന്നും വെച്ചില്ല, തോക്ക് ചൂണ്ടി. അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ DYSP എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു. കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു. സതീശൻ മനസ്സിലാക്കേണ്ടത്, സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിൻ്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു. അതും മനസ്സിൽ വെച്ചോളൂ. പിന്നെ യൂത്ത് കോൺഗ്രസിനെ ആ പ്രതാപകാലത്ത് തന്നെ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് എന്താ പ്രതാപമുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. എന്ത് പ്രതാപമുണ്ട് എന്നാണ് സതീശൻ പറഞ്ഞു വരുന്നത്? ഏത് പ്രതാപമാണ്? ഏത് പ്രതാപത്തിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന് ആളെ ഭയപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ട് വല്ലാതെ മേനി നടിക്കാൻ പുറപ്പെടേണ്ട. ഇവിടെ അദ്ദേഹം പറയുകയാണ്, കോൺഗ്രസ്സുകാരുടെ കരിങ്കൊടി കാണുമ്പോൾ തന്നെ 1000-ഓളം പോലീസുകാരുടെ മറവിൽ പോയി ഒളിക്കുകയാണ് നിങ്ങൾ. 1000 പേരെ കൊണ്ടുവന്നാലോ? അങ്ങനെയാണെങ്കിൽ ഭീരുവായി മുഖ്യമന്ത്രി സംസ്ഥാനം വിടും. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് തീർന്നില്ല, അത് ചെയ്താൽ പോരെ? അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആവർത്തിച്ച് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ പ്രതിഷേധം എന്തിനാണെന്ന് അറിയാതെ തന്നെയുള്ള കരിങ്കൊടി വീശൽ നടക്കുമ്പോൾ റോഡ് സൈഡിലുള്ള എല്ലാവരുടെയും നേരെ ഞങ്ങൾ ബസ്സിലുള്ളവർ കൈവീശുന്നുണ്ട്. ഞാനും കൈവീശാറുണ്ട്. ആ കൈവീശലിൽ ഈ കരിങ്കൊടിക്കാരുടെ നേരെയും കൈവീശുന്നുണ്ട്. കരിങ്കൊടി ഇങ്ങനെ വീശുമ്പോൾ അവരുടെ നേരെയും ഞാൻ കൈവീശുകയാണ്. ആരെയാണ് ഞങ്ങൾ ഭയപ്പെടേണ്ടത്? എന്തിനാണ് ഭയപ്പെടേണ്ടത്? എന്തിനാണെന്ന് പറയാതെയുള്ള ഒരു കരിങ്കൊടി എടുത്താക്കും ചെറുപ്പക്കാരെ അയച്ചത് നിങ്ങളല്ലേ? എന്താവശ്യത്തിനാണ്? എന്താണ് ഇവിടെ പ്രതിഷേധിക്കാൻ ഉള്ളത്? പിന്നെ ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് ഈ സിംഹാസനത്തിലിരിക്കുന്നത്. എൻ്റെ മനസ്സ് ക്രിമിനൽ സ്വഭാവത്തിലുള്ളതാണോ എന്ന് ഇത്രയും കാലത്തെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ജനങ്ങളാണല്ലോ വിലയിരുത്തേണ്ടത്. അത് സതീശൻ്റെ വിലയിരുത്തലിൻ്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതല്ല. ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവാണെന്നാണ്. ഇവിടെ സതീശൻ കാണേണ്ടത് നമ്മളെല്ലാം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം. അങ്ങനെ മനുഷ്യരെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി കൂടുന്നൊരു കൂട്ടായ്മയുണ്ട്. അതിലൂടെ ഉയരുന്നൊരു സാമ്രാജ്യവുമുണ്ട്. ആ സാമ്രാജ്യം സതീശന് അറിയില്ല. അത് ഏതും സഹിക്കാനും എന്തിനേയും നേരിടാനും സന്നദ്ധതയുള്ള ഒരു വിഭാഗമായിട്ട് തന്നെ ആ കൂടെ നിൽക്കുന്നവർ മാറും. അത് സതീശൻ അറിയുമെന്നറിയില്ല. ഇല്ലെങ്കിൽ അതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്.